ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് നല്ല അടിപൊളിയൊരു മോമോസ് ഉണ്ടാക്കാം. അത് വീട്ടുകളിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കിനി മോമോസ് ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദ മാവാണ്. ഞാനിതിൽ 2 കപ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് മോമോസ് ഉണ്ടാക്കാനുള്ള സീറ്റ് ഉണ്ടാക്കാനാണ്. ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമുക്കിതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാം. ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയാൽ എന്തെന്ന് വെച്ചാൽ ടേസ്റ്റിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ. ആ ഒരു മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ കുഴക്കൽ കഴിഞ്ഞാൽ ഇനി നമുക്കിതിൻ്റെ മേലെ ലേശം സൺഫ്ലവർ ഓയിൽ പുരട്ടി വെക്കാം. എന്നിട്ട് അരമണിക്കൂറോളം നമുക്ക് മൂടി വെക്കാം. ഇവിടെ നമുക്ക് മാറ്റി വെക്കാം മൂടിയിട്ട്. ഞാനിവിടെ 1/4 കിലോ എല്ലില്ലാത്ത ഇറച്ചി എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ നന്നായിട്ട് ഉപ്പും ഇച്ചിരി മുളക് പൊടിയിട്ട് മഞ്ഞൾപ്പൊടിയിട്ട് നന്നായിട്ട് പുഴുങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് കിർ 2-3 പ്രാവശ്യം കറക്കിയെടുക്കാം. അരയ്ക്കൊന്നും ചെയ്യരുത്. ഇതേപോലെ അരച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ഇങ്ങനെ അരച്ചെടുക്കുക. അരയ്ക്കുകയല്ല, പൊടിക്കുക ചെയ്യുക. നമുക്കൊരു പാത്രത്തിലേക്ക് കൊട്ടാം. നമുക്കിനി ഇതിൽ ഒരു മീഡിയം സൈസിലുള്ള ഒരു വലിയ ഉള്ളി കുനുകുന അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് ഉള്ളിയുടെ ഇല അരിഞ്ഞതിട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണ് അളവിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ചെറിയ പച്ചമുളക് കുനുകുന അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പുണ്ടോയെന്ന് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഒക്കെപ്പാടെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. ഇനി ഞാനിതിൽ 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ലേശം കുറവുണ്ട്, അതുകൊണ്ടാണ് ഇട്ടത്. ഞാനിതിൽ 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എരിവ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എരിവിട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മോമോസിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഇവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മോമോസ് റെഡിയാക്കി എടുക്കാം. നമുക്കിനി ഇത് ഒരു 5 കഷ്ണമാക്കി എടുക്കാം. ഈ മാവ് നമുക്കിതിൽ ഇച്ചിരി പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് പരത്തിയെടുക്കാം. കട്ടി കുറച്ച് പരത്തണം കേട്ടോ, അപ്പോഴേ നമുക്ക് മോമോസ് ആവുള്ളൂ. എത്ര നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്ര നൈസായിട്ട് പരത്തണേ. ഒട്ടി പിടിക്കുകയാണെങ്കിൽ ഇച്ചിരി മാവിട്ട് പരത്തിയാൽ മതി. ഇതിപ്പോൾ പരത്തൽ കഴിഞ്ഞ ഞാനിത് ഈ പാത്രം കൊണ്ടാണ് മുറിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു റൗണ്ടിലെ പാത്രം കൊണ്ട് മുറിച്ചെടുക്കുക. നമുക്കിനി ഇതേപോലെ എല്ലാതും മുറിച്ചെടുക്കാം.
ഇത് കണ്ടില്ലേ, ഈ കനത്തിൽ വേണം പരത്താൻ. കണ്ട, എല്ലാതും നല്ല റൗണ്ടിൽ ഒന്നുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് പരത്തിയെടുക്കാം. നമുക്കിനി ഓരോരോ ചപ്പാത്തി ആയിട്ടെടുത്ത് ഈ മസാല കുറച്ച് ഇതിൽ ഇങ്ങനെ കോരി വെക്കാം, വാരി വെക്കാം. ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് നെക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സാരിക്കൊക്കെ നിറയെടുക്കുമല്ലോ, അതേപോലെ ഇതാ ഇങ്ങനെ എടുക്കുക. അതേപോലെ അടുത്തത് ഈ അറ്റം ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ ഒരു കൊട്ട ഉണ്ടാക്കുക. ഇത് കണ്ടില്ലേ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരു 3-4 വട്ടം ചെയ്യുമ്പോൾ റെഡി ആയിക്കോളൂ കേട്ടോ. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കി. കണ്ടില്ലേ, കൊട്ട നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ മോമോസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ആവിയിൽ വേവിക്കണം. അതിന് ഇഡ്ഡലി തട്ടിൽ ഓട്ടമുള്ള തട്ടിട്ട് അതിൽ പിറക്കി വെച്ച് വേവിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഓരോന്നായിട്ട് ഇങ്ങനെ പിറക്കി വെക്കാം. കണ്ടില്ലേ, കൊട്ട കൊട്ട പോലെ ഇരിക്കണം. നമുക്കിത് മൂടി വെക്കാം. നമുക്കിനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിനൊരു 15 മിനിറ്റ് ആവിയിലിരുന്ന് നന്നായിട്ട് വേകട്ടെ. അതുവരെ നമുക്ക് കാത്തിരുന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മോമോസ് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കത് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ നോക്കി തുറക്കണം കേട്ടോ മക്കളെ, നല്ല ചൂടുണ്ടാവുക, ആവി കയ്യിൽ വരും. തുണി എവിടെ? എന്താ ആവി കണ്ടില്ലേ? സാധനം സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ മോമോസ്. നമുക്കിനി ഇത് ചൂടാറിയിട്ട് വേണമെങ്കിൽ എടുക്കാൻ. അതെന്താ വെച്ചാൽ ഒന്നിച്ച് വെച്ചത് കൊണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പം ചൂടോടെ എടുത്താൽ പൊട്ടിപ്പോവും. ചൂടാറിയെടുത്താൽ വേഗം വേഗം ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ എടുക്കാം. നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് അടിയൊക്കെ വെന്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതാ, ഇനി നമുക്കിതിലൊന്ന് കഴിച്ചു നോക്കിയാലോ? നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത് സോസൊക്കെ മുക്കി കഴിക്കാനും ഭയങ്കര ടേസ്റ്റായിരിക്കും. അങ്ങനെ നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.